പകുതിയെ വെന്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാമ്പക്കുറപ്പടം എന്നല്ല കേട്ടോ. ആരും കാണരുതേ ഒന്നുമല്ല, കംപ്ലീറ്റ് നെഗറ്റീവ് ഒന്നുമല്ല. ആട് ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർ എക്സ്പെക്റ്റേഷൻ വയ്ക്കും. അത് കിട്ടിയോ ഇല്ലയോ എന്നാണ് പറയാൻ പോകുന്നത്. ആട് ആദ്യകഥ നോ ബ്രെയിൻ മൂവിയായിരുന്നു, പക്ക എൻ്റർടൈനർ. എന്നാൽ അത് ഫ്ലോപ്പും മാസ് എലമെൻറ്റ്സ് ചേർത്ത രണ്ടാം ഭാഗം ഹിറ്റും. മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ഇൻട്രോ ഒക്കെ തകർത്തു. പിന്നെ പഴയ കാലത്തേക്ക് പോയി. യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ സ്പൂൺ ഫീഡിംഗ് ആണ്. ഒരു സാധാ സ്പൂൺ ഫീഡിംഗ് അല്ല ഫീൽ ചെയ്യുന്നത്. കാലിക്കിടത്തി കോരി കോരി തരികയാണ്. എല്ലാവർക്കും അറിയാവുന്ന ക്യാരക്ടേഴ്സിനെ വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തി ചെറുതായി വെറുപ്പിച്ചും വെച്ചു. ഒരു മാറ്റർ, കഥയുടെ പോയിന്റ് എല്ലാ ക്യാരക്ടേഴ്സിനെ കൊണ്ടും പറയിപ്പിച്ചാലേ മനസ്സിലാകൂ എന്നില്ലല്ലോ. കോമഡി 10 വിറ്റടിച്ചാൽ അതിൽ ഒരെണ്ണം വർക്കായാലായി. ക്യാരക്ടേഴ്സ് പോലും ദുർബലമായി പോകുന്ന ഒരു അവസ്ഥ വന്നു. ആക്ടേഴ്സ് മോശമാണെന്നല്ല, പെർഫോം ചെയ്യാൻ എന്തെങ്കിലും എഴുതി വെക്കണ്ടേ. പ്രീ പ്ലാൻഡ് സ്കിറ്റ് പോലെ പല കോമഡിയും വർക്കായില്ല. പഴയകാലം വലിച്ച് നീട്ടി നീട്ടി പുതിയത് മതി എന്ന തോന്നലിൽ വരെ എത്തിച്ചു. ഉറക്കം വരാൻ പോകുമ്പോൾ ഏതെങ്കിലും ഇൻട്രോ കൊടുക്കും. ആ മ്യൂസിക്കും BGMഉം മൈൻഡിൽ ഓടുന്നതുകൊണ്ട് വീണ്ടും ഒന്ന് ഉഷാറാവും. വീണ്ടും ഗ്രാഫ് താഴേക്ക്. ആദ്യം നീലക്കൊടുവേലി കഥ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല. ആട് പോലുമില്ലാതെ സെക്കൻഡ് പാർട്ട്. ഇതിലും ഇല്ല. മനസ്സറിഞ്ഞ് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവരോട് കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് സംവിധായകൻ കാണിച്ചാൽ നന്നായിരുന്നു. PP ശശിയും റീസെൻ്റ് വിവാദമൊക്കെ നന്നായി തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവസാനം ഒരു 20-25 മിനിറ്റ് എന്ന് ട്രാക്കിൽ കയറി വന്നു കേട്ടോ പടം. ശേഷം സിനിമയുടെ ജേണർ തന്നെ മാറ്റി അതങ്ങ് പോകുന്നു. ബാക്കി അടുത്ത പാർട്ടിൽ വളരെ മോശം പടമാണ് കണ്ടത് എന്ന് പ്രേക്ഷകന് തോന്നാതിരിക്കാൻ ലാസ്റ്റ് ഷാജി പാപ്പൻ മ്യൂസിക് ഇട്ട് ഒന്ന് കത്തിക്കും. അത് നല്ലൊരു 1.5 കത്തിക്കലാണ്. അതിൽ നമ്മൾ വീണു പോകുന്നതുകൊണ്ട് അവിടെ ഡിസപ്പോയിൻറ്റഡ് ആവും. അടുത്ത പാർട്ട് നോക്കി ചെയ്താൽ ചിലപ്പോൾ കത്തും. ആട് ഫ്രാഞ്ചൈസ് നമ്മൾ കാണുന്നത് ഇവരുടെ എല്ലാം മണ്ടത്തരങ്ങൾ കണ്ട് മനസ്സറിഞ്ഞ് ചിരിക്കാനാണ്. അവിടെ ചിരി നഷ്ടപ്പെട്ട മൊത്തം കയ്യിൽ നിന്ന് പോകും. അവിടെയാണ് ഈ വേവിൻ്റെ പ്രശ്നം വരുന്നത്. ഇതൊന്നുമല്ല ആരും പ്രതീക്ഷിക്കുന്നത്. ഏത് ജേണറിലേക്ക് മാറിയാലും നമുക്ക് ചിരിപ്പിക്കാൻ പറ്റണം. പഴയ മെമ്മറി കിടക്കുന്നതുകൊണ്ട് വലിയ കുറ്റമൊന്നും കേൾക്കാതെ ഈ പ്രാവശ്യം രക്ഷപ്പെടാം. പഴയ കാലഘട്ടമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പണ്ട് നമ്മളെ ചിരിപ്പിച്ച പല ക്യാരക്ടേഴ്സും നിർഗുണരായി മേച്ച് കെട്ടിയ കോമഡിയുമായി നിൽക്കുന്നു അംഗീകരിക്കാനാവുന്നില്ല. പിന്നെ ഈ കടുത്ത ലാഗും. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അല്പമെങ്കിലും ബന്ധോ അതോ നന്നായിട്ട് തന്നെ കിട്ടിയോ?